ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പൈത്തൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന അല്ലെങ്കിൽ പൈത്തണിൻ്റെ പാക്കേജ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ചെറിയൊരു വർക്കാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രൊജക്റ്റാണ്. നമ്മൾ കുറേ പ്രൊജക്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പൈത്തണിലെ ചെറിയ ചില പാക്കേജ് അല്ലെങ്കിൽ ലൈബ്രറീസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ വർക്കുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ ആ പ്രൊജക്റ്റ് ഗ്ലോബലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നില്ല. പകരം ഞാനിവിടെ വന്ന് ചെറിയൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെർച്വൽ എൻവയോൺമെൻറ്റ് സിപ്പ് എന്നുള്ള പേരിലൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന് സിപ്പ് എന്നുള്ള പേരിൽ നമുക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് സോഴ്സ് സിപ്പ് അതേപോലെ ബിൻ എന്നിട്ടതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ജസ്റ്റ് സിപ്പ് എന്ന് കാണിച്ചു തരും. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ ജിയോപൈ എന്നൊരു പാക്കേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റിയുടെ പേര് കൊടുക്കുമ്പോൾ ആ സിറ്റിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ചെറിയൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാണ് പിപ്പ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ഇൻസ്റ്റാൾ പാക്കേജർ. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ എന്നെഴുതി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയലിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. ജിയോപൈ എന്നാണ് ആ ഫയലിൻ്റെ പേര്, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫയലിൻ്റെ പേര് ഞാനിവിടെ വന്ന് 1.py എന്ന് ചേർത്ത് കൊടുത്തു. പൈത്തൺ ഫയൽ ആയതുകൊണ്ടാണ് py എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഫ്രം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജിയോപൈ. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ പാക്കേജിൻ്റെ പേരാണ് ജിയോപൈ. എന്നിട്ട് ഇവിടെ വന്ന് ജിയോ കോഡേഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് നോമിനേഷൻ എന്നൊരു ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ജിയോ ലൊക്കേറ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ലൊക്കേറ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നോമിനേഷൻ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം ഒരു വേരിയബിൾ യൂസർ ഏജൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തെറ്റാതെ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുക. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഗു API. അതിനുശേഷം എക്സസൈസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ ഗൂഗിൾ API ബേസ് ചെയ്തിട്ടാണ് നമുക്കിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലേസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഈക്വൽ ടു ഇൻപുട്ട് എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, എൻ്റർ സിറ്റി നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റർ സിറ്റി നെയിം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ ടെർമിനലിൽ നമുക്കൊരു സിറ്റിയുടെ പേര് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളൊരു സിറ്റിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ലൊക്കേഷൻ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ലൊക്കേഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ജിയോ ലൊക്കേറ്റർ. അതിനുശേഷം ഇവിടെ വന്ന് ജിയോ കോഡ്. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലേസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പ്രിൻ്റ് എന്നിട്ടതിന് ശേഷം ആ ലൊക്കേഷൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻ എന്നുള്ള വേരിയബിൾ ഇവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളോട് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നമുക്കൊരു സിറ്റിയുടെ പേരാണ് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നൊരു സിറ്റിയുടെ പേര് കൊടുക്കാം. ചെന്നൈ എന്ന് കൊടുക്കുമ്പോൾ ആ ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ചെന്നൈ ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്, അതേപോലെ പിൻകോഡ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ വന്ന് അതിൻ്റെ
ഏത് കൺട്രിയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഏത് സിറ്റിയുടെ പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ പൂനെയാണ് കൊടുക്കണമെങ്കിൽ ആ രൂപത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സിറ്റിയുടെ പേര് കൊടുക്കുക. അപ്പോൾ ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഏതാണോ ഒരു സിറ്റി കൊടുക്കുന്നത് ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ചെറിയൊരു പാക്കേജിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് ന്യൂയോർക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ന്യൂയോർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കോഡ് ഞാൻ എൻ്റെ ഗിറ്റാബ് ഐഡിയിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ആ ഗിറ്റാബിൻ്റെ റെപ്പോസിറ്ററി ഞാൻ എന്ത് ചെയ്യാം, ഈ പേജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഇതുപോലുള്ളൊരു പുതിയൊരു പാക്കേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.